നല്ല മഴയൊക്കെ അല്ലേ, അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ആഗ്രഹം ബുൾസൈ വേണമെന്ന്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ബുൾസൈ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പോകട്ടോ. എല്ലാവരും ഒന്ന് കാത്തിരിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് കാണാം. അങ്ങനെ ഞാൻ പോയി അടുപ്പെല്ലാം കത്തിച്ച് ഫ്രൈ പാനൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യം ഫ്രൈ പാനൊക്കെ ഒന്ന് ചൂടായി വരണം. അതിനകത്ത് ഇനി വേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. കുറച്ച് എണ്ണയാണ്, ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ കൂടെ തൂകി അതെല്ലായിടത്തും പറ്റാനായിട്ട് ഞാൻ ഇതിനുള്ള ബ്രഷ് വെച്ച് നമ്മുടെ പാൻ്റെ 4 സൈഡ് ഞാൻ സെറ്റാക്കി വെച്ചിരിക്കുക. ഇനി നമുക്ക് ആവശ്യം മുട്ടയാണ്. എന്തേലും ഇവരൊന്ന് ചൂടാകട്ടെ. ചൂടാകുന്നോണം വരെ നമുക്ക് എന്തേലും കാത്തിരിക്കാൻ ക്ഷമയില്ലാത്ത 3 എണ്ണമാണ് ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. റോസമോളും ഇമ്മാനുവലും അന്നയും. കുട്ടികളൊക്കെ ഇങ്ങനെയാണേ, അവർക്ക് ഈ മഴ സമയത്തൊക്കെ അവർക്ക് പലതും തിന്നാൻ തോന്നും. നമ്മളങ്ങ് സാധിച്ചു കൊടുത്തേക്കുക. എനിക്കറിയാം എനിക്കറിയാം മക്കൾക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. എന്ത് വിധി ഇത് പാടമോ, വല്ലാത്ത ചതി ഇത്. കഴിച്ചോണം കേട്ടോ. എന്താണ് അങ്ങനെയൊക്കെ പറഞ്ഞ അപ്പുറം ഉണ്ടാക്കി തരണം, സ്നേഹത്തോടെ ഉണ്ടാക്കി തരുന്നതൊക്കെ നിങ്ങൾ കഴിക്കണം. സ്നേഹവും കുഴപ്പമില്ല, തട്ടിപ്പോയില്ല. പ്രോത്സാഹിപ്പോ അന്നനെ കൊണ്ട് പോവാ മക്കളെ. ബുൾസ് റെഡിയാ, ബുൾസ് പൃഥ്വിരാജ് പാടത്തിലെ പാവാടയിലെ പുൽസായി അല്ല, ഇത് ജോമോന്റെ പുൽസായി. അന്നമ്മ എടുത്തുണ്ടോ? ബുൾസ് റെഡി ആയിക്കൊണ്ടിരിക്കുക. ഒരു ബുൾസ് എന്റെ റോസ് ഒന്നും വേണ്ട, ഞാൻ തരാം, ഞാൻ ഉണ്ടാക്കി തരാം. ഇത് കുരുമുളകാണ് വരുന്നത്. പിള്ളേരുള്ളതുകൊണ്ട് അധികം എരി വേണ്ട, കഴിക്കാം. അപ്പൊ ഞാനും കഴിക്കാനൊക്കെ പിള്ളേർ മാത്രമല്ല, പിള്ളേർ മാത്രം എന്താ മതിയോ, തൊണ്ടയും കൂടെ കുറച്ച് തിന്നണം. ഇത് നിങ്ങളെ ആൾക്കാർ കൊള്ളാമല്ലോ. ഈ കഷ്ടപ്പെട്ടുകൊണ്ട് വരുന്ന എനിക്കൊന്നുമില്ലേ? ഈ വെറുതെ ഇരിക്കുന്ന ഭാര്യയ്ക്കും മക്കൾക്ക് മാത്രമേ ഉള്ളൂ. പകരം മൊത്തം നിങ്ങൾക്കൊക്കെ അപ്പം ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് വരുന്നതല്ല. ഒരു ദിവസം ഭാര്യയുടെ ജോലിക്ക് ചെയ്ത് നോക്കാം. ഭാര്യക്ക് തന്നെ ഭാര്യക്ക് ഒരു ജോലിയില്ല. കേൾക്കുന്നുണ്ടോ? ഭാര്യക്ക് ജോലിയില്ലാന്ന് കമന്റിലൊന്ന് പറയണേ. ആരും കമന്റ് കൊടുത്തില്ല. ഓക്കെ അല്ലേ? റെഡിയായിരിക്കാണ്. ഇപ്പൊ പൊട്ടിപ്പോവും, അങ്ങനെ ചരിച്ചിട്. അത് തന്നെ. എന്തിനും ഭാര്യ വേണം, ഭാര്യ പറയണം. സൂപ്പർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് പിള്ളേർക്ക് കൊടുക്കാം. 3 ഇട്ടുണ്ട്. സ്കൂൾ സ്റ്റാൻഡില് ഇനി അടുത്ത് അത് ഇമ്മാനോ കൈമാറുക. ഇമ്മാനോ എടുത്തോ, നീ കൊണ്ടോട്ടെ. അന്നൂസിനെ കൊടുക്ക. അന്നൂസ് കൂടി, അന്നൂസിനടിക്ക് പൊട്ട പൊളിച്ച് കഴിക്ക്. അന്നൂടെ പേര് ചെല്ലന്ന. അന്നൂസ് എങ്ങനെ കഴിക്കുന്നേ? എന്താടാ ബുൾസ കണ്ടിട്ടില്ലേ? എന്ത് റോസോ ഇമ്മന്റെ തീറ്റ ഉണ്ടെങ്കിൽ ബുൾസ ജന്മത്തിൽ കണ്ടിട്ടില്ലാത്ത പോലെ ഉണ്ടല്ലോ. അന്നു അടി സോറി, അന്നു ഓർറി. അന്നു ചൂടുണ്ടോ? അന്നു അങ്ങനെ ഉണ്ട്. സൂപ്പറാണോ? സൂപ്പറാണോ?
എങ്ങനെയുണ്ടല്ലോ അല്ലോ എങ്ങനെയുണ്ടല്ലോ? അമ്മോ, ആ കുറച്ച് മീതി വെക്കണേ എനിക്ക് കൂടി. കുറെ നേരം ആയല്ലോ, ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. ഇങ്ങോട്ട് എനിക്ക് വിശക്കുന്നു, എനിക്ക് തിന്നണം.